എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. നമ്മളെ എല്ലാവരെയും ഒരു ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വിവാഹം. അതായത് 25 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ വിവാഹം നോക്കിയിട്ട് വിവാഹം നടക്കുന്നില്ല. പറയുന്ന വഴിപാടുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ മകൾക്ക് വിവാഹം ആകുന്നില്ല, എനിക്ക് വിവാഹം ആകുന്നില്ല, ഇല്ലെങ്കിൽ എന്താ പറയുക, അനിയത്തിക്ക് വിവാഹം വരുന്നില്ല, ചേട്ടന് വിവാഹം വരുന്നില്ല. അങ്ങനെ ഒത്തിരി ആൾക്കാർ എന്നോട് ഫോണിലൂടെ വിളിച്ച് പറയുന്നുണ്ട്, തിരുമേനിക്ക് ഗ്രഹനില അയച്ചു തന്ന് കുറേ വഴിപാടുകളൊക്കെ ചെയ്തു, പക്ഷേ വിവാഹ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഗ്രഹനില എടുത്തിട്ട് എല്ലാവരും ലാ എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ട്. ആ ലാ തൊട്ട് 1, 2, 3, 4, 5, 6, 7 ഈ ഏഴാമത്തിലാണ് വിവാഹത്തിൻ്റെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, വിവാഹമഠത്തിൽ പാപഗ്രഹങ്ങളിൽ നിന്ന് ആ വിവാഹം നടക്കത്തില്ലേ എന്ന്. ഇല്ല, വിവാഹം നടക്കത്തില്ലെന്നല്ല, ആ ഒരു പാപഗ്രഹം അവിടെ ഉള്ളതുകൊണ്ട് ആ ഏത് പാപഗ്രഹമാണ് ആ ഗ്രഹത്തിന് അതിനനുസരിച്ചുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അനുകൂലമായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. എത്ര വിവാഹ തടസ്സമുള്ളവർക്കും അതിൻ്റേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ ഈ വിവാഹ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ചില ഭക്തജനങ്ങൾ പറയാറുണ്ട്, സ്വയംവരം ചെയ്തിട്ട് നടക്കുന്നില്ല, ഇല്ലെങ്കിൽ എന്താ പറയുക, മുക്കുറ്റി ഹോമം ചെയ്ത്. പക്ഷേ എത്ര ക്ഷേത്രത്തിൽ ഇതൊന്നും ചെയ്തിട്ട്, പക്ഷേ ചിലവരുടെ ഗ്രഹനിലയിൽ സ്വയംവര ഹോമം അല്ലായിരിക്കാം, ബാണേശ്വരി ഹോമം ആയിരിക്കും. ഇപ്പോൾ ചൊവ്വാദോഷമുള്ളവരുടെയൊക്കെ ഗ്രഹനിലയിൽ ചൊവ്വ എത്രയിലാണ് നിൽക്കുന്നത്, അത് ഏത് ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം മാത്രം ഏത് ദോഷവും കൊണ്ടാണ്, അതായത് ആഭിചാര ദോഷമാണോ, കുടുംബദേവത ദോഷമാണോ, രക്ഷസിൻ്റെ ദോഷമാണോ, പ്രതിഷ്ഠയുടെ ദോഷമാണോ, അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ യോഗങ്ങൾ കഴിഞ്ഞു പോയോ, പിന്നെ ശുക്രൻ എത്രയിലാണ് നിൽക്കുന്നത്, എന്താണ് നമുക്ക് വിവാഹ കാര്യങ്ങൾ നടക്കാത്തതെന്ന് നോക്കി നമ്മൾ ഗ്രഹനില നോക്കിയിട്ട് നമുക്ക് വഴിപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ സ്വയംവര മന്ത്ര അർച്ചന കൊണ്ട് ഹോമങ്ങളോ പൂജകളോ നടത്തിയിട്ട് വിവാഹം വരത്തില്ല. നമ്മുടെ ഗ്രഹനിലയിൽ ഏത് പാപഗ്രഹങ്ങളാണോ തടസ്സകാരനായിട്ട് നിൽക്കുന്നത് ആ ഗ്രഹത്തിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ വിവാഹ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരത്തുള്ളൂ. ഒപ്പം തന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ, ആഭിചാര ദോഷമുണ്ടോ, ബന്ധനം കിടപ്പുണ്ടോ, കുടുംബപരമായിട്ടോ ദോഷമുണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സർപ്പപരമായ ദോഷമുണ്ടോ വിവാഹ കാര്യങ്ങൾ വരാൻ വേണ്ടി, അത് കബഡി വെച്ച് നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പരിഹാരങ്ങൾ ചെയ്താലേ വിവാഹ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഈ ദോഷങ്ങളൊക്കെ, ഇല്ലെങ്കിൽ സർപ്പദോഷം, ആഭിചാര ദോഷം, ശത്രുദോഷങ്ങൾ, ഈ ദോഷങ്ങളൊക്കെ കിടക്കുമ്പോൾ നമ്മൾ സ്വയംവര ഹോമം, ഇല്ലെങ്കിൽ മുക്കുറ്റി ഹോമം, ഇല്ലെങ്കിൽ മംഗലസൂക്തം ഒന്നും ചെയ്തിട്ട് യാതൊരു പ്രയോജനങ്ങളും കാര്യങ്ങളും കിട്ടത്തില്ല. അപ്പോൾ വിവാഹത്തിൽ നടക്കാത്തവരുടെ ഭക്തജനങ്ങളുടെ മക്കളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചിരുക. അവരുടെ പ്രശ്നം പ്രത്യേകതരമായിട്ട് കബഡി വെച്ച് നോക്കി വിവാഹത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഏകദേശം ഒരു 90 ദിവസം കൊണ്ട് നമുക്കിത് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. ഇത് ഞാൻ ഉറപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി വിവാഹപരമായ ആൾക്കാരുടെ പ്രശ്നങ്ങൾ വിവാഹത്തിൽ നടത്തി കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് പറയുക, ആ ദോഷത്തിനനുസരിച്ച് വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് വിവാഹ കാര്യങ്ങൾ വരും. പിന്നെ നമ്മളൊരു വിശ്വാസമാണ് അല്ലേ, നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഇപ്പം ഞാൻ ഈ ഒരു വഴിപാട് പറഞ്ഞു കൊടുക്കുന്നു, ആ വഴിപാട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം, ഞാൻ ഈ ക്ഷേത്രത്തിൽ ചെയ്ത എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നുള്ളൊരു ആത്മാവായ വിശ്വാസം. അപ്പോൾ ഗ്രഹനിലയിലെ ദോഷങ്ങൾ മാറി, ശത്രുദോഷമാണെങ്കിൽ ശത്രുദോഷം മാറ്റിയെങ്കിൽ മാത്രമേ വിവാഹ കാര്യങ്ങൾ വരത്തുള്ളൂ. അതാണ് പറഞ്ഞ ഗ്രഹനിലയൊന്ന് അയച്ചു തരിക. അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക.